Hello everyone, welcome to Competitive Cracker. ഞാൻ ഡോക്ടർ രമ്യ. അപ്പോൾ നമുക്കറിയാം നമ്മൾ HSA ഫിസിക്കൽ സയൻസിന് എന്ന് വരെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ എന്നോ വന്നോട്ടെ നമ്മളെ പഠിത്തം വളരെ എഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. കാര്യം ഇപ്പോൾ തന്നെ എല്ലാവരും ഒരു വർഷമായിട്ടൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ നല്ല കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം, ആ ഒഴുക്കിനൊത്ത് നമ്മളും എത്തിത്തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റീവായിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. ഇന്ന് ഞാൻ HSA ഫിസിക്കൽ സയൻസിലെ ഒരു കെമിസ്ട്രി പോർഷനുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ ഓർഗാനോ മെറ്റാലിക്കിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള EAN റൂൾ അല്ലെങ്കിൽ 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ EAN റൂൾ എന്താണ്, ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ഇത് ഒബായ് ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യകത എന്താണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു പോകണം. കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ അങ്ങനെയാണ് ചോദിക്കുന്നത്. എല്ലാം അറിഞ്ഞിരുന്നാലേ നമുക്ക് ചിലപ്പം 1 മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കാം. EAN റൂള് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഒരിക്കലും പഠിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. കാര്യം അത്രയും നന്നായിട്ട് എൻ്റെ കൂടെ തന്നെ നിങ്ങളും പഠിച്ചു പോവുക. അപ്പോൾ എന്താണ് 18 ഇലക്ട്രോൺ റൂൾ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും നമ്മുടെ ഓർഗാനോ മെറ്റാലിക് സംയുക്തങ്ങൾ എന്താണ്? ഓർഗാനോ മെറ്റാലിക് സംയുക്തങ്ങൾ ഒരു മെറ്റൽ കാർബൺ ബോണ്ടെങ്കിലും ഉള്ള ടൈപ്പ് ബോണ്ടിങ് വരുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗാനോ മെറ്റാലിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓർഗാനോ മെറ്റാലിക് സംയുക്തങ്ങളുടെ സ്ഥിരത നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളാണ് നമ്മളുടെ 18 ഇലക്ട്രോൺ റൂൾ, അല്ലെങ്കിൽ നമ്മളതിന് EAN റൂൾ എന്ന് പറയും. എന്താണ് EAN എന്ന് പറഞ്ഞാൽ? എഫക്റ്റീവ് അറ്റോമിക് നമ്പർ റൂൾ. അതാണ് EAN റൂൾ എന്ന് പറയുന്നത്. നമ്മളുടെ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിലാണ് മെയിനായിട്ട് നമ്മൾ ഈ EAN റൂൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൻ്റെ കേസിൽ, അതായത് S&P ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിൻ്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഒക്ടെറ്റ് റൂളാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ 18 ഇലക്ട്രോൺ റൂൾ യൂസ് ചെയ്യുന്നത്? ഒക്ടെറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺസ് ഔട്ടർ ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെല്ല് വരിക എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസിഷൻ മെറ്റൽ അല്ലെങ്കിൽ ഈ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, നമുക്ക് മിക്കവാറും ഉള്ള ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിലൊക്കെ അവിടെ മെറ്റൽ ആറ്റങ്ങളെ പ്രതിനിധീകരിക്കുന്നത് നമ്മളുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ നമുക്കറിയാം, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഒരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ അവരുടെ ഔട്ടർ ഇലക്ട്രോണിലുള്ള NS ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ N-1D ഇലക്ട്രോൺസ്, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും, നമ്മളുടെ കെമിക്കൽ ബോണ്ടിങ്ങുകളിൽ പങ്കെടുക്കും. അപ്പം നമ്മളുടെ ഏറ്റവും ബാലൻസ് ഷെല്ലുള്ള NS, NP, N-1D ഇത്രയും ഓർബിറ്റലുകളുടെ ഇലക്ട്രോണുകളെ കൗണ്ട് ചെയ്യുമ്പം 18 വന്നാൽ അവർ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഈ EAN റൂൾ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിലാണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ? നമ്മളുടെ ഓർഗാനിക് സംയുക്തങ്ങളുടെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സുകളുടെ കേസിൽ അവരുടെ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 18 ഇലക്ട്രോൺ റൂൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. 18 ഇലക്ട്രോൺ റൂൾ പറയുന്നത് എന്താണ്? ഒരു സംക്രമണ മൂലകം സ്ഥിരമാകണമെങ്കിൽ അല്ലെങ്കിൽ സുസ്ഥിരമാകണമെങ്കിൽ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. ഈ 18 എങ്ങനെയാണ് വന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ലേ? NSലുള്ള ഇലക്ട്രോൺസ്, NSൽ 2 ഇലക്ട്രോൺസ് വരും. NPയിൽ എത്ര ഇലക്ട്രോൺസ് വരും? 6 ഇലക്ട്രോൺസ് വരും. N-1Dയിലോ 10 ഇലക്ട്രോൺസ് വരും. അതായത് Dയിലുള്ള 10 ഇലക്ട്രോൺസും നമ്മളുടെ Pയിലുള്ള 6 ഇലക്ട്രോൺസും എസിലുള്ള 2 ഇലക്ട്രോൺസും കൂടെ കൂട്ടിയാൽ ഈ 18 പറയുന്നത്. അപ്പം അങ്ങനെ 18 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സംയുക്തം, അങ്ങനെയുള്ള ഒരു ഓർഗാനോ മെറ്റാലിക് സംയുക്തം വളരെ വളരെ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് നമ്മളുടെ 18 ഇലക്ട്രോൺ റൂൾ അല്ലെങ്കിൽ EAN റൂൾ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലാകുന്നു? ഇനി അവയുടെ കേന്ദ്ര ലോഹ ആറ്റത്തിന് ചുറ്റുമുള്ള 18 ഇലക്ട്രോണുകളുള്ള സംയുക്തങ്ങൾ പലപ്പോഴും താരതമ്യേന കൂടുതൽ സ്ഥിരതയുള്ളവരാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് മാത്രമേ ഉള്ളത്. ഇപ്പോൾ 18 ഇലക്ട്രോണുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, 17 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരുന്നവരുണ്ട്, അതുപോലെ തന്നെ 19 ഇലക്ട്രോൺസ് വരുന്നവരുണ്ട്. ഇനി 18 ഇലക്ട്രോൺസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ പറയും അവർക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണെന്ന് നമ്മൾ പറയും. ഇനി 17ഉം 19ഉം ഉള്ള കോമ്പൗണ്ട്സ് ഇല്ലേ? ഉണ്ട്. പക്ഷെ അവരെ പറ്റി നമ്മൾ പറയുമ്പം
17 ഇലക്ട്രോണുള്ള ഒരാൾ എന്തിനു ശ്രമിക്കും? ഇപ്പോൾ ഇതിനകത്ത് 17 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഒരു ഇലക്ട്രോണിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറാനായിട്ട് ശ്രമിക്കും? അത് കുറച്ചുകൂടെ 18 ഇലക്ട്രോൺ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? അത് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൈവരിക്കും. ഇങ്ങനെയല്ലേ വരുന്നത്? എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ 17 ഇലക്ട്രോണുള്ള ആൾക്കാരെല്ലാം സാധാരണഗതിയിൽ ഇവർ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെ ആക്ട് ചെയ്യും? സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവർ റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യും. മനസ്സിലാവുന്നു? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കുറയും, അവർ റെഡ്യൂസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ 17 ഇലക്ട്രോൺ ഉള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുകളെല്ലാം മിക്കവാറും കേസുകളിൽ അവർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിരിക്കും. ഇനി 19 ഇലക്ട്രോൺ ഉള്ളവരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? 19 ഇലക്ട്രോൺ ഉള്ളവരാണെങ്കിൽ അവരുടെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി അവർ 18 പോകാനായിട്ട് ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ അവർ സ്വയം ഓക്സീകരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഇവരെന്തായിട്ട് ആക്ട് ചെയ്യും? ഇവർ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടായിരിക്കും ഈ 19 ഇലക്ട്രോണൊക്കെ ഉള്ളവർ ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അപ്പം ഓർത്ത് വച്ചേക്കുക, 18 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ നമ്മൾ അവരുടെ എന്ത് പറയും? അവർ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളവരാണെന്ന് നമ്മൾ പറയും. 17 ഇലക്ട്രോൺസ് ആണുള്ളവരെങ്കിൽ അവർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി 19 ഇലക്ട്രോൺസ് ആണുള്ളവരെങ്കിൽ അവർ നല്ല റെഡ്യൂസിങ് ഏജൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ കേസിലൊക്കെ നമ്മൾ 18 ഇലക്ട്രോൺ റൂൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇവിടെയുള്ള ആൾക്കാരുടെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. നമ്മളുടെ അറ്റ്ലീസ്റ്റ് എസ്സിലും ഡിയിലും ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇത് 3D സീരീസാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ 4D സീരീസാണ്. ഇത് നമ്മുടെ 5D സീരീസാണ്. 3D സീരീസിൽ വരുന്ന ആരൊക്കെയാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബോൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതാണ് നമ്മളുടെ 3D സീരീസിൽ വരുന്നവർ. 4D സീരീസിൽ വരുമ്പോൾ ഇട്രിയം, സിർഗോണിയം, നൊബീലിയം, മോളിബ്ഡിനം, ടെക്നീഷ്യം, റുത്തീനിയം, റോഡിയം, പലേഡിയം, സിൽവർ, കാഡ്മിയം. ഇനി നമ്മുടെ 5D സീരീസിൽ വരുമ്പോൾ ഹാഫ്നിയം, ടൻറ്റാലം, ടങ്സ്റ്റൺ, റീനിയം, ഓസ്മിയം, ഇറിഡിയം, പ്ലാറ്റിനം, ഗോൾഡ്, മെർക്കുറി. ഇങ്ങനെയുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ അവരുടെ ആ ഒരു നമ്മുടെ എത്ര ഇലക്ട്രോൺസ് ആണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. എങ്കിലേ നമുക്ക് ഈ 18 ഇലക്ട്രോൺ റൂൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം വേണ്ടത്, ഞാൻ പറഞ്ഞു, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുകളിൽ നമ്മളുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളാണ് മെറ്റൽസിൻ്റെ പ്ലേസിൽ വരുന്നത്. അപ്പോൾ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ വരും? സ്കാൻഡിയം ആണെങ്കിൽ അവിടെ വരുന്നത് D1s2 വരും. ടൈറ്റാനിയം ആണെങ്കിൽ D2s2 എന്ന് പറഞ്ഞ് വരും. വനേഡിയം ആണെങ്കിൽ വരുന്നത് D3s2 എന്ന് പറഞ്ഞ് വരും. ക്രോമിയം ആണെങ്കിൽ D5s1 എന്ന് പറഞ്ഞ് വരും. മാംഗനീസ് ആണെങ്കിൽ D5s2 എന്ന് പറഞ്ഞ് വരും. അയൺ ആണെങ്കിൽ D6s2 എന്ന് പറഞ്ഞ് വരും. കൊബോൾട്ട് ആണെങ്കിൽ D7s2 എന്ന് പറഞ്ഞ് വരും. നിക്കൽ ആണെങ്കിൽ D8s2 എന്ന് പറഞ്ഞ് വരും. കോപ്പർ ആണെങ്കിൽ D9s2 എന്ന് പറഞ്ഞ് വരും. സിങ്ക് ആണെങ്കിൽ D10s2 എന്ന് പറഞ്ഞ് വരും. ഇത് തന്നെയായിരിക്കും ഈ താഴോട്ടുള്ള ഓരോരുത്തരുടെ കേസിലും വരുന്നത്. സ്കാൻഡിയത്തിൻ്റെ കേസിൽ വരുന്ന ഇട്രിയത്തിൻ്റെ കോൺഫിഗറേഷൻ എടുത്താലും D1s2 ആണ്. ടൈറ്റാനിയത്തിൻ്റെ കേസിൽ താഴെ വരുന്ന സിർക്കോണിയത്തിൻ്റെ എടുക്കുമ്പോഴും D2s2 ആണ്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുക: വനേഡിയം, നൊബീലിയൻ, ടൻറ്റാലം, ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം. അപ്പോൾ ഇവരുടെ എല്ലാം കോൺഫിഗറേഷൻസ് ഒന്നായിരിക്കും. ഇത് ആദ്യമേ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നൊരു കാര്യമാണ്. ഇനി ഈ എഫക്റ്റീവ് അറ്റോമിക് റൂള് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ സാധാരണയായിട്ട് 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ്, രണ്ടെന്ന് പറയുന്നത് ന്യൂട്രൽ ആറ്റം മെത്തേഡ് അല്ലെങ്കിൽ നിഷ്പക്ഷ ആറ്റം രീതി എന്ന് നമ്മൾ പറയും. ഈ 2 മെത്തേഡുകളിലാണ് നമ്മൾ സാധാരണയായിട്ട് EAN റൂള് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളുടേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മളോട് എങ്ങനെയാണ് ഈ മെത്തേഡെന്ന് ആരും ചോദിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ EAN റൂള് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഏതെങ്കിലും ഒരു മെത്തേഡിൽ പഠിച്ചു വെച്ചേക്കാം. നമുക്കിവിടെ ന്യൂട്രൽ ആറ്റം രീതി അല്ലെങ്കിൽ നമ്മുടെ നിഷ്പക്ഷ ആറ്റം രീതിയിൽ എങ്ങനെയാണ് EAN റൂള് കൗണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചില ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുകളാണ് തന്നേക്കുന്നത്. ഇതിനൊക്കെ നോക്കിക്കേ: Cp2Fe, eta6C6H6 2Cr, CpMn, eta6C6H6,
CpV7C7H7. ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടു. ഇവിടെ ഒരു ടേം വരുന്നുണ്ട്, നോക്കിക്കേ, ഈറ്റ. എന്തോന്നാ ഈറ്റ എന്ന് പറയുന്നത്? ഇവിടെ നമുക്കറിയാം, ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കോമ്പൗണ്ടാണ്. നമ്മളുടെ ഒരു സാൻഡ്വിച്ച് ടൈപ്പ് കോമ്പൗണ്ട്സ് ആണ് ഞാൻ ഇതെല്ലാം എഴുതിയേക്കുന്നത്. സാൻഡ്വിച്ച് ടൈപ്പ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അയണിന് ഇവിടെ 2 സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പുകൾ സാൻഡ്വിച്ച് ചെയ്തേക്കാണ്. ഇത് നമ്മൾ നോക്കിക്കേ, ഇത് നമ്മുടെ അയൺ ആറ്റം ആണെങ്കിൽ ഈ അയൺ ആറ്റത്തിൻ്റെ ഇടയ്ക്ക് 2 സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ സാൻഡ്വിച്ച്, നമ്മുടെ സാൻഡ്വിച്ച് നമുക്കറിയാമല്ലോ, ആ സാൻഡ്വിച്ച് പോലെ അതിനെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, കവർ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ, ഇതിനെല്ലാം നമ്മൾ പറയുന്നത് സാൻഡ്വിച്ച് ടൈപ്പ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഫ്ലെക്ഷണൽ മോളിക്യൂൾസ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈറ്റ എന്ന് പറയുന്നത്? ഈ ഈറ്റ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻ്റെ ഉള്ള കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈറ്റ എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് ഹാപ്റ്റിസിറ്റി എന്നാണ്. അപ്പോൾ എന്താണ് ഹാപ്റ്റിസിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിവിടെ തന്നെ പറഞ്ഞു, ഇവിടെ കണ്ടോ, ഈ അയൺ ആറ്റം ഈ സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പുകളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പുകൾ എടുക്കുവാണെങ്കിൽ ഇവിടെ 5 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. നോക്കിക്കേ, 1 2 3 4 5. ഈ കാർബൺ ആറ്റത്തിൽ എത്ര കാർബൺ ആറ്റവുമായിട്ടാണ് അയൺ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ബോണ്ട് ചെയ്തേക്കുന്നത്, അതാണ് നമ്മളുടെ ഹാപ്റ്റിസിറ്റി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നോക്കിക്കേ, ഒരു കേന്ദ്ര ലോഹ ആറ്റത്തിൽ ഒരു ഓർഗാനിക് ലിഗാൻഡ് ഘടിപ്പിച്ചിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാവാത്ത പോലെ തോന്നും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ആറ്റം, ഇപ്പോൾ നമ്മുടെ മെറ്റൽ ആറ്റം എടുക്കുവാണെങ്കിൽ ആ മെറ്റൽ ആറ്റവുമായിട്ട് ലിഗാൻഡ് ഏതൊക്കെ ആറ്റങ്ങൾ വഴിയാണ് കോർഡിനേറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെറ്റൽ ആറ്റവുമായിട്ട് ഒരു ലിഗാൻഡ് ഏത് രീതിയിലാണ് കോർഡിനേറ്റ് ചെയ്തേക്കുന്നത്, അതാണ് ഹാപ്റ്റിസിറ്റി എന്നുള്ളത് കൊണ്ട് സിമ്പിളായിട്ട് മീൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ ബോണ്ടിങ് അകലത്തിലുള്ള ഓർഗാനിക് ഗ്രൂപ്പിൽ ഇവിടെ നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തെ അതിൻ്റെ ഹാപ്റ്റിസിറ്റി എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പം നമ്മുടെ ഈറ്റ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഹാപ്റ്റിസിറ്റിയെ സാധാരണഗതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇനി നമ്മൾ ഹാപ്റ്റിസിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. നമ്മളുടെ സൈക്ലോപെന്റാഡൈനൈൽ ഗ്രൂപ്പ്, ഇതാ ഈ ഇരിക്കുന്ന ആളാണ് നമ്മളുടെ സൈക്ലോപെന്റാഡൈനൈൽ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്. ഈ സൈക്ലോപെന്റാഡൈനൈൽ കാണിക്കുന്ന ഹാപ്റ്റിസിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് നമ്മളുടെ മെറ്റൽ ആറ്റം. ഈ മെറ്റൽ ആറ്റം നമ്മളുടെ സൈക്ലോപെന്റാഡൈനൈൽ അയനുമായിട്ട്, നമ്മളുടെ സൈക്ലോപെന്റാഡൈനൈൽ ലിഗാൻഡുമായിട്ട് ഈ കാർബൺ യൂസ് ചെയ്തിട്ടാണ് ബോണ്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരൊറ്റ കാർബൺ വഴി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ മോണോഹാപ്റ്റിക് ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 1 ബോണ്ടിങ് ടു മെറ്റൽ, അല്ലെങ്കിൽ ഈ മെറ്റൽ ഈ കാർബണുമായിട്ട് ഒറ്റ കാർബൺ ആറ്റവുമായിട്ട് മാത്രമേ ബോണ്ട് ചെയ്തേക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മോണോഹാപ്റ്റ സൈക്ലോപെന്റാഡൈനൈൽ എന്ന് പറയാം. മനസ്സിലാവുന്നോ? ഇതാണ് നമ്മളുടെ ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈറ്റ 3 എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇപ്പം ഒരാറ്റവുമായിട്ട് മാത്രം ബോണ്ട് ചെയ്തേക്കുന്നെങ്കിൽ നമ്മളതിന് ഈറ്റ 1 എന്ന് പറയും. ഇനി നമ്മൾ ഹാപ്റ്റിസിറ്റി എത്ര ആറ്റങ്ങളുമായിട്ടാണോ ബോണ്ട് ചെയ്തേക്കുന്നത് അതിന് നമ്മൾ ഈറ്റ n എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. n എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? n എന്ന് പറഞ്ഞാൽ നമ്മളുടെ എത്ര ആറ്റങ്ങളുമായിട്ടാണ് ബോണ്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു കാർബൺ ആറ്റവുമായിട്ടാണ് ഈ മെറ്റൽ ബോണ്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈറ്റ 1 എന്ന് പറയാം. ഇവിടെ നോക്കിക്കേ, നമ്മളുടെ സൈക്ലോപെന്റാഡൈനൈലുള്ള ഈ 3 ആറ്റങ്ങളുമായിട്ട്, ഇവിടുത്തെ ആറ്റവുമായിട്ടും ഇവിടുത്തെ ആറ്റവുമായിട്ടും ഇവിടുത്തെ ആറ്റവുമായിട്ടും നമ്മളുടെ മെറ്റൽ ബോണ്ട് ചെയ്തേക്കുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കുന്നത്, അതിന് ഇങ്ങനെ വരയ്ക്കാം. എന്ന് പറഞ്ഞാൽ ദാ ഈ രീതിക്ക് വരയ്ക്കാം. ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ 3 കാർബൺ ആറ്റങ്ങളുമായിട്ട്, ഈ കാർബൺ ആറ്റവുമായി വഴിയും ഈ കാർബൺ ആറ്റം വഴിയും ഈ കാർബൺ ആറ്റം വഴിയും മെറ്റലുമായിട്ട് ലിങ്കേജ് ചെയ്തേക്കുകയാണ്. അതുകൊണ്ട് നമ്മളിതിനെ എന്ത് പറയാം, ട്രൈ ഹാപ്റ്റോ എന്ന് പറയാം. ഇവിടെ ഹാപ്റ്റിസിറ്റി 3 ആണ്. ട്രൈ ഹാപ്റ്റോ സൈക്ലോപെന്റാഡൈനൈൽ എന്ന് പറഞ്ഞാൽ 3 ബോണ്ടിങ് കാർബൺ ആണ്. മനസ്സിലാവുന്നു? ഇനി ഇത് മാത്രമാണോ പോസിബിൾ ആയിട്ടുള്ളത്? അല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ എല്ലാ കാർബൺ ആറ്റംസും 5 കാർബൺ ആറ്റവുമായിട്ടും ഈ മെറ്റൽ ബോണ്ട് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും, പെൻഡാഹാപ്റ്റോ ലിഗാൻഡ് എന്ന് പറയും. ദാറ്റ് ഈസ് പെൻഡാഹാപ്റ്റോ സൈക്ലോപെന്റാഡൈനൈൽ എന്ന് പറയാം. കണ്ടോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹാപ്റ്റിസിറ്റി എത്രയാണ്, 5 കാർബൺ ആറ്റംസ് വഴിയാണ് ബോണ്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ എന്തെന്ന് പറയാം, 5 കാർബൺ ബോണ്ടിങ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഈറ്റ 5 എന്ന് പറയാം. മനസ്സിലാവുന്നു? അപ്പം നമ്മളുടെ ലിഗാൻഡിലുള്ള
ഡോണർ ആറ്റംസ് നമ്മൾ നോക്കുക. ആ ഡോണർ ആറ്റത്തിൽ എത്ര എണ്ണവുമായിട്ട് നമ്മൾ മെറ്റൽ ബോണ്ട് ചെയ്തേക്കുന്നു, അതാണ് ഹാപ്റ്റിസിറ്റി. അപ്പം നമ്മളുടെ സൈക്ലോപെൻറ്റാഡൈനൈലിനെ എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യാം? മോണോ ഹാപ്റ്റോ ആയിട്ട് ആക്ട് ചെയ്യാം, ട്രൈ ഹാപ്റ്റോ ആയിട്ട് ആക്ട് ചെയ്യാം, പെൻറ്റാ ഹാപ്റ്റോ ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പം നമ്മളുടെ സൈക്ലോപെൻറ്റാഡൈനൈൽ ഗ്രൂപ്പ് പ്രദർശിപ്പിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാപ്റ്റിസിറ്റികളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മോളിക്യൂളാണ് നമ്മളുടെ ഫുള്ളറിൻ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരാറില്ല. പക്ഷേ ഈ ഫുള്ളറിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബക്കി ബോളാണ്, ഒരു ഫുട്ബോൾ ഷേപ്ഡുള്ള മോളിക്യൂളാണ്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഫുള്ളറീൻസ് നോക്കിക്കേ റീനിയ ആറ്റവുമായിട്ട് ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയേക്കുവാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഫുള്ളറീൻ എന്താണ്, ഒരു കാർബൺ ആറ്റം വഴിയാണ് ഈ റീനിയ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തേക്കുന്നത്. ഇത് വേറൊരു മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കിവിടെ ഈറ്റ1 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ മോണോ ഹാപ്റ്റോ ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇറിഡിയവുമായിട്ട് 2 കാർബൺ ആറ്റം ത്രൂ ആണ് ആര് ബോണ്ട് ചെയ്തേക്കുന്നത്, നമ്മളുടെ ഈ ഒരു ലിഗാൻഡ് ബോണ്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ ഫുള്ളറിൻ ബോണ്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ ബക്കി ബോൾ ബോണ്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഈറ്റ2 എന്ന് പറയാം. ഹാപ്റ്റിസിറ്റി 2 ആയിരിക്കും. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെയാണെങ്കിൽ 3 കാർബൺ ആറ്റം ത്രൂ ആണ് അയണുമായിട്ട് ഈ ബക്കി ബോൾ ബോണ്ടിങ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ എന്താ പറയുക, ട്രൈ ഹാപ്റ്റോ എന്ന് പറയാം. അപ്പം ഓരോ ലിഗാൻഡും അതിൻ്റെ നേച്ചറിന് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ മെറ്റൽ അതിൻ്റെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് ഹാപ്റ്റിസിറ്റീസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഹാപ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു ടേം മനസ്സിലാവാം. ഇപ്പം ഈറ്റ5 എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്, ത്രൂ 5 ആറ്റംസ്, 5 ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തേക്കുന്നു, 5 ഡോണർ ആറ്റവുമായിട്ട് മെറ്റൽസ് ബോണ്ട് ചെയ്തേക്കുന്നു. മനസ്സിലായോ? ഇനി ഈറ്റ1 എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ആറ്റം ത്രൂ ആണ് അവിടെ ബോണ്ടിങ് പോസിബിൾ ആയത്. ഇനി ഈറ്റ6 ആണെങ്കിലോ 6 കാർബൺ ആറ്റം ത്രൂ ആണ് അവിടെ ബോണ്ടിങ് വന്നേക്കുന്നത്. ഇതാണ് ഹാപ്റ്റിസിറ്റി എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ AN റൂളിൽ നമ്മൾ 18 ഇലക്ട്രോൺ റൂൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പം നമ്മളിവിടെ ഓരോന്നിനെയും ഓരോ എൻറ്റിറ്റി ആയിട്ട് കാണുകയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഇവിടെ മോളിബ്ഡിനം എന്ന് പറയുന്നതാണ് നമ്മളുടെ മെറ്റൽ. മനസ്സിലാവുന്നു? മെറ്റലിന് ചുറ്റും ആരൊക്കെയാണ് ലിഗാൻസ് ആയിട്ടുള്ളത്? 3 CO ലിഗാൻസ് ഉണ്ട്. മനസ്സിലാവുന്നു? 3 കാർബണൈൽ ലിഗാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബെൻസീൻ ലിഗാൻഡും ഉണ്ട്. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ നോക്കുക, മോളിബ്ഡിനം. മോളിബ്ഡിനം എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? നമ്മൾ നേരത്തെ കാണിച്ചലോട്ടൊന്ന് പോവുക. നിങ്ങളിത് പഠിച്ചു വെച്ചിരുന്ന ഒരു പ്രശ്നവുമില്ല. ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ, ഇത് എന്തെങ്കിലുമൊക്കെ എളുപ്പ വഴിയിൽ പഠിച്ചു വെച്ചിരുന്ന വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? ഇട്രിയം ഇത് D1 വരും, D2 വരും, D3 വരും. മോളിബ്ഡിനം ആകുമ്പോൾ D4, ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ D4 കോൺഫിഗറേഷനാണ് വരുന്നത്. D4s2 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്, അല്ലേ? D4s2 എന്ന് പറയുന്ന രീതിയിൽ കോൺഫിഗറേഷൻ വന്നാൽ അവിടെ എത്ര ഇലക്ട്രോൺസ് മോളിബ്ഡിനം കോൺട്രിബ്യൂട്ട് ചെയ്യും? D4s2 വന്നാൽ 6 ഇലക്ട്രോൺസ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും? മോളിബ്ഡിനം 6 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ബെൻസീനോ, ഇവിടെ നോക്കിക്കേ, ബെൻസീൻ മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റം വഴിയും മോളിബ്ഡിനുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കിയേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെൻസീൻ എത്ര ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും? 6 ഇലക്ട്രോൺസ് ബെൻസീൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഓരോ കാർബണൈൽ ലിഗാൻഡും എത്ര ഇലക്ട്രോൺസ് വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും? 2 ഇലക്ട്രോൺസ് വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇവിടെ എത്ര കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്? 3 കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നും 2 വെച്ച് 3 എണ്ണം കൂടെ 6 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നമ്മളുടെ സെൻട്രൽ ആറ്റം 6 കോൺട്രിബ്യൂട്ട് ചെയ്യും, ഓരോ ലിഗാൻഡും 2 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ 6 വരും. 6 + 6 12 വരും. പിന്നെ നമ്മുടെ ബെൻസീൻ ലിഗാൻഡ് 6 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ 18 ഇലക്ട്രോൺസ്. അപ്പോൾ എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് എന്തൊബായി ചെയ്യുന്നുണ്ട്? നമ്മളുടെ 18 ഇലക്ട്രോൺ റൂളും ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നോക്കുക, നമ്മളുടെ W ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു കോമ്പൗണ്ടാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് കണ്ടോ, ഈ 3 കാർബൺ ആറ്റം ത്രൂ ആണ് നമ്മളുടെ ടങ്സ്റ്റനുമായിട്ട് ഒരു ബോണ്ടിങ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് ഇത് പെൻറ്റാ ഹാപ്റ്റോ ആണ്. എന്ന് പറഞ്ഞാൽ ഈ 5 ആൾക്കാർ ത്രൂവും 5 ആറ്റംസ് ത്രൂവും നമ്മളുടെ മെറ്റലുമായിട്ട് ബോണ്ടിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മൾ
ടങ്സ്റ്റൺ എന്ന് പറയുന്നത് D4s2 ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്ര ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? 6 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഓരോ CO-യും എത്ര ഇലക്ട്രോൺ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും? 2 ഇലക്ട്രോൺസ് വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇവിടെ 2 CO ഗ്രൂപ്പ് ഉണ്ട്, 2 കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ എത്ര വരും? 4 ഇലക്ട്രോൺസ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഇതൊരു ട്രൈ ഹാപ്റ്റോ ആണെന്ന് നമ്മളോട് പറഞ്ഞു. ട്രൈ ഹാപ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഹാപ്റ്റിസിറ്റി 3 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ലിഗാൻഡ് 3 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി നമ്മളുടെ അടുത്ത ആരാളാ? പെൻഡാഹാപ്റ്റോ ആണ് ഈ തന്നേക്കുന്ന ലിഗാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് 5 ഇലക്ട്രോൺ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എത്ര വരും? 6 4 10, 10 5 15 3 18 ഇലക്ട്രോൺ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്ത് ഒബൈ ചെയ്യുന്നുണ്ട്? നമ്മളുടെ 18 ഇലക്ട്രോൺ റൂൾ അല്ലെങ്കിൽ EAN റൂൾ ഒബൈ ചെയ്യുന്നൊരു മോളിക്യൂളാണ്. മനസ്സിലാകുന്നു? നമ്മൾ ഓരോ എലമെൻറ്റ് കണ്ടുപിടിക്കുമ്പോഴും ഓരോന്നിൻ്റെയും ഒരു മെറ്റൽ ആറ്റം എത്ര ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യും, അപ്പോൾ അതിനകത്തുള്ള Dയിൽ എത്ര ഇലക്ട്രോൺ, Sൽ എത്ര ഇലക്ട്രോൺ, ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ലിഗാൻഡിന് നമ്മൾ സെപ്പറേറ്റ്, നമ്മൾ ന്യൂട്രൽ ആറ്റം മെത്തേഡ് എടുക്കുന്നത് കൊണ്ട് തന്നെ ലിഗാൻഡിന് നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യുക. ഒരു കാർബണൈൽ ലിഗാൻഡ് 2 ഇലക്ട്രോൺ. ഇവിടെ ട്രൈ ഹാപ്റ്റോ എന്ന് പറഞ്ഞതുകൊണ്ട് അത് 3 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് പെൻഡാ ഹാപ്റ്റോ എന്ന് പറഞ്ഞതുകൊണ്ട് അത് 5 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഓരോന്നിൻ്റെ കോൺട്രിബ്യൂഷനും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇവിടെ ചാർജ് വരുവാണെങ്കിൽ അതിപ്പോൾ ആഡ് ചെയ്യുകയാണോ സബ്സ്ട്രാക്ട് ചെയ്യുകയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ 18 ഇലക്ട്രോൺ റൂളിൽ ചേഞ്ചസ് വരുത്തണം. മനസ്സിലാവുന്നു? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 18 ഇലക്ട്രോൺ റൂള് കൗണ്ട് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ഒരു 4-5 മോളിക്യൂൾ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിലേതാണ് EAN റൂൾ അല്ലെങ്കിൽ 18 റൂൾ ഒബായ് ചെയ്യുന്നതെന്ന് നോക്കും. നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിലാണ് നമ്മൾ 18 റൂൾ ഇലക്ട്രോൺ റൂൾ പറയുന്നത്. അല്ലാത്ത കോംപ്ലക്സുകളുടെ കേസിൽ, നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൻ്റെ കേസിൽ നമ്മൾ ഒക്ടേറ്റ് റൂളാണ് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെബിലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ EAN റൂൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇത് മനസ്സിലാക്കിയാൽ, ഇതിൻ്റെ ബേസ് മനസ്സിലാക്കിയാൽ ഏതൊരു കോമ്പൗണ്ടിൻ്റെ കേസിലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ EAN റൂൾ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ വളരെ ഈഗറായിട്ട് നമ്മളിങ്ങനെ വരുന്നുണ്ടോ എക്സാം, എന്ന് വരും, എന്ന് കേസ് തീരും എന്നൊക്കെ വിചാരിച്ച് ഒത്തിരി പേര് അന്വേഷിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഈ HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. കാര്യം സ്കൂൾ ജോബ് ആകുമ്പോൾ തന്നെ ഏറ്റവും HSA ആകുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊരു ടച്ച് വരും. കാര്യം ഇപ്പം LP UP ഒക്കെ പഠിക്കുന്ന പലരും ഇപ്പം സെറ്റിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവർ പറയും, അല്ലെങ്കിൽ കേരളിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ പഠിച്ച സബ്ജക്റ്റുമായിട്ടൊരു ബന്ധമില്ലാത്തത് നമുക്കൊരു സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എക്സാമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം കുറച്ചധികം ഡിഫിക്കൽട്ടി ഉണ്ട് എങ്കിൽ പോലും നമുക്ക് സാലറി സ്കെയിലായിരുന്നാലും നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് കുറേയധികം കംഫോർട്ടുള്ളൊരു ജോലിയാണ്. നമുക്ക് സമൂഹത്തിൽ തന്നെ ഒരുപാട് റെസ്പെക്റ്റ് കിട്ടുന്നൊരു ജോലിയാണ് ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇത് എങ്ങനെയെങ്കിലും, കാര്യം ഇപ്പം നോട്ടിഫിക്കേഷൻ എന്ന് വരും, എല്ലാവരും പഠിക്കുകയാണ് ഇതിനു വേണ്ടി. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളും എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക. ഇനി ആരെങ്കിലും പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ എന്തായിരുന്നാലും വന്നേ പറ്റൂ. കാര്യം വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് കേസ് ഉടനെ തന്നെ തീരും, നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്തു വയ്ക്കുക. നമ്മൾ പ്രിപ്പറേഷൻസ്, ഏർലി സ്റ്റേജ് പ്രിപ്പറേഷൻ ഇപ്പം തന്നെ പല കുട്ടികൾക്കും എന്ത് ചോദിച്ചാലും അറിയാവുന്ന ഒരു ലെവലിലേക്ക് അവർ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മളുടെ പഠനം എത്രയും പെട്ടെന്ന് തന്നെ തുടരണം. നമ്മളുടെ CCയിലും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലും നമ്മളുടെ ന്യൂ ബാച്ച് HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. റാപ്പിഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, കാര്യം എല്ലാവരും പഠിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളിലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഡെയിലി എക്സാം സെഷൻസ് ഉണ്ടായിരിക്കും. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം എഴുതുക, മാക്സിമം എക്സാംസ് എഴുതുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഞാൻ പറയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. കാര്യം നമ്മളെപ്പോഴും എങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം. കാര്യം റീസെൻ്റായിട്ട് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്ന, ഇപ്പം നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ ഈ ഒരു സെഷനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ്. അതുപോലെ തന്നെ ടോപ്പിക് റിവിഷൻ, അതായത് ഒരു ടൈം ടേബിളിൻ്റെ ബേസിസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടും. കാര്യം നോട്ടിഫിക്കേഷൻ വന്നൊരു 6 മാസം സമയം കിട്ടും. അപ്പോൾ നിങ്ങളും എത്രയും പെട്ടെന്നൊരു ബാച്ചിൽ ജോയിൻ ചെയ്യുക.
ഇത്രയും പ്രത്യേകതയുള്ള ഒരു കോഴ്സാണ് നമ്മുടെ CCയിലേത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക. കാര്യം നമുക്ക് ഒരു അധ്യാപകരാവാനുള്ള അവസരം, കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഇത്രയും ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ അടുത്തതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും ഇതേപോലെ ഗ്യാപ്പ് വന്നാൽ നമ്മളുടെ പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പഠിത്തം തുടങ്ങുക. നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊന്നും അധികം ബോധേഡാവേണ്ട കാര്യമില്ല, വളരെ പെട്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോഴ്സിൽ ജോയിൻ ചെയ്യാനും കോഴ്സിനെ പറ്റിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അറിയാനും എല്ലാം നിങ്ങളെ ഈ നമ്പർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവുക. നമുക്ക് നമ്മുടെ അടുത്തൊരു കോമ്പൗണ്ടിലോട്ട് പോവാം. ഇപ്പോൾ ഒരു റുത്തീനിയം ബേസ്ഡ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, കാര്യം നമ്മൾ ചാർജ് വരുന്ന കേസിൽ ഇതുവരെ ചെയ്തില്ല. അപ്പം ഇവിടെ അയൺ റുത്തീനിയം ഓസ്മിയം ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്ത് വരും? സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അയൺ വരുമ്പോൾ എങ്ങനെ വരും? D6S2 ആണ് വരുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാലേ പറ്റത്തുള്ളൂ. D6S2 എന്ന് പറയുമ്പോൾ റുത്തീനിയം വരുമ്പോഴും D6S2 തന്നെ വരും. അപ്പോൾ എങ്ങനെ വരും? D6S2 വരുമ്പോഴത്തേന് 8 ഇലക്ട്രോൺസ് ആയിരിക്കും ഈ ഒരു മെറ്റൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. പിന്നെ നമുക്ക് വരുന്ന ലിഗാൻഡുകളാണ് ഇവിടെ നമുക്ക് അല്ലൈൽ ലിഗാൻഡാണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ ഹാപ്റ്റിസിറ്റി 3 ആണ്. കാര്യം ഈ മെറ്റൽ 3 കാർബൺ ത്രൂ ഇതുമായിട്ട് ബോണ്ട് ചെയ്തേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാപ്റ്റിസിറ്റി 3 ആണ്. അതുകൊണ്ട് തന്നെ അത് 3 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. നമുക്കറിയാം നമ്മളുടെ കാർബണൈൽ ലിഗാൻഡായിട്ട് വരുമ്പോഴത്തേന് അവിടെ എത്ര വരും? അത് 2 ഇലക്ട്രോൺസിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ട്രൈഫിനൈൽ ഫോസ്ഫൈൻ ഗ്രൂപ്പുകൾ 2 എണ്ണം ഉണ്ട്. PPH3 എന്ന് പറഞ്ഞാൽ ട്രൈഫിനൈൽ ഫോസ്ഫൈൻ ആണ്. അവർ ഓരോരുത്തരും 2 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ 2 പേര് ആകുമ്പോഴത്തേന് 4 ഇലക്ട്രോൺസിനെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. തീർന്നോ? ഇല്ല, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ചാർജ് മൈനസ് ചെയ്യണം. കാര്യം ഈ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിട്ട് വരികയാണ്. അപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം? ആ ചാർജ് അവിടെ മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര വരും നമുക്ക്? നമ്മൾ ഇവിടെ ന്യൂട്രൽ ആറ്റം മെത്തേഡ് വഴി കൗണ്ട് ചെയ്യുമ്പോഴത്തേന് മെറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻ 8, നമ്മളുടെ അല്ലൈൽ റാഡിക്കലിൻ്റെ കേസിൽ ട്രൈഹാപ്റ്റിക് ആണ്, 3 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ട്രൈഫിനൈൽ ഫോസ്ഫൈൻ്റെ കേസിൽ ഓരോന്നും 2 വെച്ച് 2 എണ്ണം കൊണ്ട് 4 ഒരു കാർബണൈൽ ലിഗാൻഡ് 2 ഇലക്ട്രോൺസിന് ചാർജ് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? ഒരു 16 ഇലക്ട്രോൺ സ്പീഷീസാണ്. കറക്റ്റ് അല്ലേ? 8 2 10, 4 14, 14 2 16, ഒരു 16 ഇലക്ട്രോൺ സ്പീഷീസാണ്. ഇതെന്ത് ഫോളോ ചെയ്യുന്നില്ല? നമ്മുടെ 18 ഇലക്ട്രോൺ റൂള് ഫോളോ ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ EAN റൂള് നമ്മൾ ഒബൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നത് ഈ മെത്തേഡിലാണ്. അപ്പോൾ ഈ ഒരു മോളിക്യൂള് നമ്മുടെ EAN റൂള് ന്യൂട്രൽ ആറ്റം മെത്തേഡ്, നമ്മൾ ന്യൂട്രൽ ആറ്റം മെത്തേഡല്ല, നമ്മളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ മെത്തേഡ് വെച്ച് ചെയ്താലും 16 നമുക്ക് EAN റൂള് കിട്ടത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 2 കൂടെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇതാണ് ഈസി മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് EAN റൂള് ചെക്ക് ചെയ്യേണ്ടതെന്നും ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ തരുവാണ്. ഇതാ നോക്കിക്കൊള്ളുക. among the following complexes 18 rule is not followed by. ഇതാ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ ഒരു ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്, രണ്ടാമത്തത് മാംഗനീസ് ബേസ്ഡ് ആയിട്ടുള്ളത്, അടുത്തത് റോഡിയം ബേസ്ഡ് ആയിട്ടുള്ളത്, അടുത്തത് നമ്മളുടെ അയൺ ബേസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 18 ഇലക്ട്രോൺ റൂൾ അല്ലെങ്കിൽ നമ്മുടെ EAN റൂള് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ പോയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ഞാൻ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കണം. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് 18 ഇലക്ട്രോൺ റൂള് ഫോളോ ചെയ്യാത്തത് ഓരോന്നിൻ്റെ കേസിലും കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവരും മറക്കാതെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. നമുക്ക് അടുത്തുള്ള HSC എക്സാം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് തന്നെ സ്വന്തമാക്കാം. താങ്ക് യു ഓൾ.